വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാനൊരു ഫിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ഫിഷ് കറി. അത് തേങ്ങയൊന്നും അരയ്ക്കാത്ത വെളുത്തുള്ളി ഫിഷ് കറി. അതിന് വേണ്ടി ഒരു 100 ഗ്രാം ഇല്ല, ഒരു 75-80 ഗ്രാം അളന്ന് നോക്കി വെയിറ്റ് എടുത്ത് 80 ഗ്രാമേ ഉള്ളേ വെളുത്തുള്ളി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുറച്ചല്ല, ഞാൻ എണ്ണയത് തന്നെ. ഇത് സാധാരണ എണ്ണാറില്ല. 8 കാശ്മീരി മുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. 1/4 ടീസ്പൂൺ കുരുമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഉലുവ എടുത്ത് വെച്ചിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ മല്ലി എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില. ഇതെല്ലാം കൂടെ നമുക്ക് ഈ ഇതിനകത്തിട്ടൊന്ന് വറുത്തെടുക്കാം. അടുപ്പ് കത്തിക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഇതിനകത്ത് മല്ലിയില്ലേ, മല്ലി ഇട്ട് കൊടുത്ത്, മുളക് ഇട്ട് കൊടുത്ത്, കുരുമുളക് ഇട്ട് കൊടുത്ത്, ഉലുവ ഇട്ട് കൊടുത്ത്. ഇനി ഇതിലോട്ട് രണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തേ. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. വെളുത്തുള്ളി ഒന്ന് വാടണേ. മീൻകറിക്ക് വെളുത്തുള്ളിയുടെ ഗ്യാസേ വരില്ല. നല്ല രുചിയായിട്ട് ചോറിലൊക്കെ ഒഴിച്ച് കഴിക്കാം. വെളുത്തുള്ളിക്ക് ഒരു കുത്തലില്ലേ, അത് ഇതിങ്ങനെ മൂക്കുന്നതോടുകൂടി ആ കുത്തലങ്ങ് മാറും. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഫോളോ ചെയ്ത്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ എരി വേണമെന്നുണ്ടെങ്കിൽ ഈ കാശ്മീരി മുളകിന് പകരം വേറെ മറ്റേ എരിയുള്ള മുളകും ചേർക്കാം. പിരിയം മുളക്. നമ്മുടെ മുളകും മല്ലിയും വെളുത്തുള്ളിയും എല്ലാം നല്ല റെഡിയായി വന്നിട്ടുണ്ടേ. ഉണ്ടോ, വെളുത്തുള്ളിയുടെ കളറൊക്കെ മാറിയതുണ്ടോ? ഇത്രയും മതിയേ. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. കാര്യം തണുക്കാത്ത മിക്സിയിലിട്ട് അരച്ചെടുക്കാനാണ്. ഇത് ഇവിടെ ഇരിക്കട്ടെ. ആ സമയത്തിന് നമുക്ക് ഈ ചട്ടി അടുപ്പിലോട്ട് വെക്കാം. പാത്രത്തിന് ചൂടില്ലേ, ഇളക്കി കൊടുക്കണം, അല്ലേ അടിയിരിക്കുന്ന കരിയും. നമ്മളെ ചട്ടി ചൂടായി, അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ. ഇത് മതി. ഈ എണ്ണയൊന്ന് ചൂടാവുമ്പം നമ്മളെ എണ്ണ ചൂടായേ. ഇതിനകത്ത് ഒരു സവാള അരിഞ്ഞു വെച്ചേക്കുന്നത് അത് ഇട്ട് കൊടുക്കേ. വലിയൊരു സവാളയാണ്. ഇതിനകത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കേ. ഇനി അത് ഒന്ന് മഴന്ന് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്കൊരു മിക്സിയുടെ ജാറിനകത്ത് മിക്സിയുടെ ജാറിലോട്ട് ഈ
ഫ്രൈ ചെയ്ത സാധനമില്ലേ അത് ഇട്ട് കൊടുത്തിട്ടൊന്ന് അരയ്ക്കാം. ഇതിനകത്തോട്ട് നമുക്ക് ഈ മല്ലിയും മുളകും വെളുത്തുള്ളിയില്ലേ അതിനകത്തോട്ടിടാം. ആദ്യം ഇത് നല്ലതുപോലെ ഒന്ന് പൊടിക്കണേ. അധികം ഒന്നും പൊടിയത്തില്ല, കാര്യം വെളുത്തുള്ളി. എന്നിട്ട് വെള്ളം ഒഴിച്ച് നല്ല അരച്ചെടുക്കേ. ഇടയ്ക്ക് നമ്മൾ ഉള്ളി ഒന്ന് ഇളക്കി കൊടുക്കണേ, അല്ലേ കരിഞ്ഞു പോവേ. ഇപ്പം ഉള്ളിയൊക്കെ വഴന്നു വന്നിട്ടുണ്ടേ. ഇതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തേ. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാര്യം നമ്മൾ ആ ഉള്ളി മല്ലി വറുക്കാൻ നേരത്ത് വെളുത്തുള്ളി വറുക്കാൻ നേരത്ത് പൊടി ഇടത്തില്ലല്ലോ, കരിഞ്ഞു പോകത്തില്ല. ഞാൻ ഇട്ട് കൊടുത്തിട്ടുമില്ല, ഒന്ന് ഇപ്പോഴാണ് ഇട്ട് കൊടുത്തേ. ഇനി ഇതിനകത്ത് ഒരു സവാള മിക്സിയിലിട്ട് അടിച്ചു വെച്ചിട്ടുണ്ടേ, അത് ഇട്ട് കൊടുക്കാം. ഇനി ഈ സവാളയല്ല തക്കാളി, പക്ഷെ എന്തോ പറയുന്നത്, ഒരു തക്കാളി മിക്സിയിലിട്ട് അടിച്ചു വെച്ചിട്ടുണ്ടേ, അതിട്ട് കൊടുക്കുക. സവാള മിക്സിയിലിട്ട് നമ്മളെ തക്കാളിയൊക്കെ നല്ല മൂത്തേ, നല്ല അതിൻ്റെ പച്ചമുളകൊക്കെ മാറി. ഇനി ഇതിനകത്ത് ഞാൻ അരച്ചുകൊണ്ട് വന്ന വെളുത്തുള്ളിയും മല്ലിയും മുളകും ഒക്കെ ഇല്ലേ ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. ഈ മിക്സിയുടെ ജാറ് കഴിയിട്ട് കുറച്ച് വെള്ളം കൂടെ അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ഇനിയും കുറച്ച് വെള്ളം ഒഴിക്കണേ. ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എല്ലാം നല്ല മിക്സ് ചെയ്യാം. ഇനി ഇതിനകത്ത് കുറച്ച് പുളിയും കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് പുളിയെ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ പുളി എരിയൊക്കെ എപ്പോഴും പറയുന്ന കണക്ക് അവരവരുടെ ഇഷ്ടമേ. അല്ലേ, ഒരു ടീസ്പൂണിനേക്കാൾ ഇച്ചിരി കൂടെ കൂടിയിട്ടുണ്ടേ. ഇനി ഇതൊന്ന് തീ ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കാം. ഒന്ന് കവറും ചെയ്ത് കൊടുക്കാം. ഇത് തിളയ്ക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മീനിടാം. ഞാൻ മീൻ കാണിച്ചില്ലല്ലോ, മീൻ കിളിമീനാണേ. ഒരു 1/2 കിലോ മീനിനടുത്തുണ്ടേ. നമ്മളെ കറി തിളച്ചേ. ഇനി ഇതിനകത്ത് നമുക്ക് മീനിട്ട് കൊടുക്കാം. ഇതിനകത്ത് രണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് ഒന്ന് നല്ല തിളയ്ക്കുമ്പോൾ, എപ്പോഴും പറയുന്ന കണക്ക് നല്ല തിളയ്ക്കുമ്പം തീ കുറച്ചിട്ട് കൊടുക്കേ. തീരെ ചെറിയ തീയിൽ ഒരു 6-7 മിനിറ്റ് കിടന്ന് വേവണം. അന്നേരം മീനിനകത്ത് ഉപ്പും പുളിയും എരിയും എല്ലാം പിടിക്കും. ഒരു 6-7 മിനിറ്റ് കിടന്ന് തിളയ്ക്കണം. ചെറിയ തീയിൽ 8 മിനിറ്റ്. കാര്യം മീൻ വലിയ വേവില്ല, എന്നാലും ചെറിയ തീ കിടന്ന് വേവണം. ഇത് നല്ല തിളയ്ക്കട്ടെ ഒന്നുകൂടെ. നമ്മൾ മീൻകറി നല്ല തിളച്ചിട്ടുണ്ട്. ഇനി ഞാൻ തീരെ ചെറിയ തീയിലിട്ട് കൊടുക്കാം. സിമ്മിലിട്ട് കൊടുക്കാം. ഇനി ഇത് ഈ ചെറിയ തീ കിടന്ന് ഇങ്ങനെ തിളച്ച് വേവട്ടെ. ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം.
നമ്മുടെ കറി നോക്കേ. എന്താ ചെറിയ തീ കിടന്ന് അടിയിൽ പിടിക്കുമെന്നും പേടിക്കണ്ട. ഇങ്ങനെ ആകുമ്പോൾ കുറച്ച് നേരം കിടക്കണമെന്നേ ഉള്ളൂ. മീനൊന്ന് ചുറ്റി കൊടുക്കേ. ഇനിയിപ്പോൾ ഇത് തവി ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ എൻ്റെ രീതിക്കാണെങ്കിൽ ഇതെല്ലാം പൊടിയും. എന്താ ഉപ്പ് നോക്കിക്കോട്ടെ. ഓ അടിപൊളി മീൻകറി. ആ വെളുത്തുള്ളിയുടെ ആ ഇതൊന്നുമില്ല, കുത്തലൊന്നും. കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കണം, ഉപ്പ് കുറവാണ്. ഇതൊന്ന് ചുറ്റി കൊടുക്കേ. ഒന്നൊന്ന് ഉപ്പിട്ടല്ലേ. നല്ല കുറുകുറുത്ത ചാറ്. ഇനി ഇതിനകത്ത് ഒരു 5-6 പച്ചമുളക് രണ്ടായിട്ട് പിളർന്ന് ഇട്ട് കൊടുത്തേ. ഇതിനകത്തോട്ട് 2 തണ്ട് കറിവേപ്പില. ഇനി ഇങ്ങനെ ഒന്ന് കിടക്കട്ടെ. ഒരു തീ ഓഫാക്കുവേ. ഇതിങ്ങനെ കിടക്കട്ടെ. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് എടുക്കാം. എത്ര ഇരിക്കുന്നോ അത്രയും നല്ലതായത്. നമ്മൾ മീൻ നോക്കേ. 1-2 മിനിറ്റ് കഴിഞ്ഞ് ഒരു ആ ചട്ടിയില്ലാത്ത അളവ് മാറിയിട്ടില്ല. ഇനി ഇരുന്നാലേ ശരിയാവില്ല, വിശക്കുന്ന. കണ്ടില്ലേ നമ്മുടെ ഫിഷ് കറി? നല്ല അടിപൊളി ഫിഷ് കറി ആയിട്ടാ. ഇതുപോലെ ഉണ്ട്. വെളുത്തുള്ളി തോനെ ഇട്ടെന്നും പറഞ്ഞ് ഒരു പ്രശ്നമില്ല, നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഒരു കറിയാണ് ഇത്. വെളുത്തുള്ളിയുടെ ഒരു ചുവയോ ഒന്നുമില്ല. അടിപൊളി ഫിഷ് കറിയാണ്. അപ്പം ഫിഷ് ഏതായാലും കുഴപ്പമില്ല, ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കും. അപ്പം നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയണേ. അജയ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.